ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് പോറ്റിയെ കേറ്റി എന്ന പാരഡി ഗാനം തന്നെയാണ്. അതിൽ പരാതി നൽകാനടക്കം CPM തീരുമാനിച്ചിരുന്നു, പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചിരുന്നു. എന്തായാലും ഇപ്പോൾ DGPക്ക് ഒരു പരാതി നേരത്തെ തന്നെ ലഭിച്ചിരുന്നതാണ്. ആ പരാതിയിൽ ഇപ്പോൾ സൈബർ പോലീസ് കേസെടുത്തിരിക്കുന്നു എന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ് വരുന്നു. പാട്ട് മതവിശ്വാസത്തെ വ്രണപ്പെടുത്തുന്നു എന്നാണ് FIR-ലുള്ളത്. ഗാനരചയിതാവ് കുഞ്ഞബ്ദുള്ളയാണ് ഒന്നാം പ്രതി. ഡാനിഷ് മലപ്പുറം രണ്ടാം പ്രതിയും CMS മീഡിയ മൂന്നാം പ്രതിയുമാണ്. വിശദാംശങ്ങൾ സിജോ വി ജോൺ നൽകും. സിജോ, എന്തായാലും കേസ് എടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. ആരൊക്കെയാണ് പ്രതികൾ? എന്താണ് FIR-ൽ പറയുന്നത്? ഇന്നലെയാണ് സംസ്ഥാന പോലീസ് മേധാവിക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു പരാതി ലഭിക്കുന്നത്. ഈ പാട്ട് മതവികാരത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിലാണ് ഉള്ളത്, അതുകൊണ്ട് ഇതിൽ അന്വേഷണം നടത്തണം, കേസെടുക്കണം എന്നൊരു ആവശ്യപ്പെട്ടാണ് പരാതി ലഭിച്ചിരുന്നത്. ആ പരാതി സംസ്ഥാന പോലീസ് മേധാവി ക്രമസമാധാന ചുമതലയുള്ള ADGP S വെങ്കടേഷിന് കൈമാറുന്നു. അദ്ദേഹം അത് സൈബർ വിഭാഗത്തിന് കൈമാറുകയാണ് ചെയ്തത്. ഇന്ന് വൈകിട്ടോടെയാണ് തിരുവനന്തപുരം സൈബർ SP ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകുന്നത്. ഇത് മതവികാരത്തെ വ്രണപ്പെടുത്തുന്നതാണ്, അതുകൊണ്ട് കേസെടുക്കാമെന്നുള്ള ഒരു നിയമോപദേശവും കൂടി നൽകുകയും ചെയ്തിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് വൈകിട്ട് തന്നെ ഇത് കേസെടുത്തിരിക്കുന്നത്. ആകെ 4 പ്രതികളാണ് FIR-ലുള്ളത്. ഇതിന്റെ ഗാനരചയിതാവും അതോടൊപ്പം തന്നെ ഗായകനും ഉൾപ്പെടെയുള്ള ആളുകളെ പ്രതി ചേർത്തുകൊണ്ടാണ് ഇപ്പോൾ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇതിൽ കേസെടുക്കുമോ പറ്റുമോ ഇല്ലെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ടായിരുന്നു. കാരണം ഇത്തരത്തിൽ ഒരു പാരഡി ഗാനമാണ്, അതുകൊണ്ട് ഇത് കേസെടുക്കാൻ സാധിക്കുമോ എന്നുള്ളൊരു ആശയക്കുഴപ്പമുണ്ടായിരുന്നു. പക്ഷേ അയ്യപ്പൻ പേര് ഉപയോഗിച്ചിരിക്കുന്നത് കൊണ്ട് ഇത് മതവികാരത്തെ വ്രണപ്പെടുത്തുന്നതാണ് എന്നുള്ളതാണ് ഈ നിയമോപദേശത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത് കൃത്യമായി പരിശോധിച്ചു, ഇതിന്റെ വരികൾ ഉൾപ്പെടെ പരിശോധിച്ചതിന് ശേഷമാണ് അത്തരം ഒരു റിപ്പോർട്ട് നൽകുകയും ചെയ്തിരിക്കുന്നത്. ഇനി അറിയേണ്ടുള്ള കാര്യം അല്ലെങ്കിൽ നീക്കമെന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് CPM-ൻ്റെയാണ്. CPM ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് പരാതികൾ നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആ കാര്യത്തിലും നടപടികൾ വേഗത്തിലുണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ഇനി എന്ത് തീരുമാനം ഉണ്ടാവുമെന്നാണ് കാത്തിരുന്ന് കാണുകയും ചെയ്യേണ്ടത്. പ്രതികൾക്കെതിരെ, അതായത് ഗാനരചയിതാവ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ വരും ദിവസങ്ങളിൽ തുടർ നടപടികളും പ്രതീക്ഷിക്കാമല്ലോ നമുക്ക്? തീർച്ചയായും, യാതൊരു സംശയമില്ല കാര്യത്തിൽ. ഇനിയിപ്പോൾ ഇതൊരു സൈബർ കേസ് കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ നമ്മുടെ കഴിഞ്ഞ സംഭവങ്ങളൊക്കെ കണ്ടാണല്ലോ ഇതിന്റെ തുടർ നടപടി. അപ്പോൾ അതൊക്കെ കേസുകളിൽ അത് ഇവർക്കെതിരെ പറയുന്ന പോലെ ജാമ്യമില്ല മറ്റു വകുപ്പുകൾ പ്രകാരം കേസ് വരും. അതോടൊപ്പം തന്നെ ഇതിന്റെ റെക്കോർഡിംഗ്സിന് ഉപയോഗിച്ചിരിക്കുന്ന എക്യുപ്മെന്റ്സ് ഒക്കെ പിടിച്ചെടുക്കും. ഇവരെ വ്യക്തമായി ചോദ്യം ചെയ്യും. അത്തരം നടപടികളിലേക്ക് സ്വാഭാവികമായിട്ടും പോകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കപ്പെടുകയും ചെയ്യുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെയാണ് ഇപ്പോൾ പാട്ട് വീണ്ടും ചർച്ചയായിരിക്കുന്നത്.